ഇന്നത്തെ വീഡിയോയിൽ സാമൂതിരി നെടുങ്ങനാട് പിടിച്ചെടുത്തത് എങ്ങനെയെന്ന് നോക്കാം. നെടുങ്ങനാട് രാജ്യത്തിൻ്റെ തലസ്ഥാനം ഇപ്പോഴത്തെ വള്ളുവനാട് താലൂക്കിൽ ഉൾപ്പെട്ട ചെറുപ്പുള്ളശ്ശേരി എന്ന പ്രദേശത്തായിരുന്നു. നെടുങ്ങാതിരി എന്ന് മൂത്ത രാജാവിനും നമ്പ്യാതിരി എന്ന് ഇളങ്കൂറ് രാജാവിനും സ്ഥാനപ്പേരുള്ള ഈ നാട്ടിലെ രാജാക്കന്മാർ പെരുമ്പടപ്പ് മഹാരാജാവിനുള്ള മേൽക്കോയ്മയിൻ കീഴിലാണ് ഇരുന്നിരുന്നത്. എങ്കിലും 13-ാം നൂറ്റാണ്ടിൽ പെരുമ്പടപ്പ് രാജകുടുംബം പല ശാഖകളായി പിരിഞ്ഞ് ആ ശാഖകൾ തമ്മിൽ മത്സരങ്ങൾ തുടങ്ങി. അതോടെ രാജ്യം വാഴുന്ന മഹാരാജാവിനെതിരായി മറ്റ് താവഴിക്കാർ ഓരോ നാടുവാഴികളെ ഓരോന്ന് പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതോടുകൂടി ആ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി തന്നെ ഈ നെടുങ്ങാട്ട് രാജാക്കന്മാർ പെരുമ്പടപ്പിൻ്റെ മേൽക്കോയ്മ വകവയ്ക്കാതെയായി. നെടുങ്ങനാട് രാജാവിൻ്റെ കീഴിലും പ്രാബല്യമുള്ള ചില നാടുവാഴികൾ ഉണ്ടായിരുന്നു. അവരിൽ തൃക്കടീരി പടനായർ, വീട്ടിക്കാട്ട് പടനായർ, കാഞ്ഞൂർ പടനായർ എന്ന പെരുമ്പറ നായർ, കാരക്കാട്ട് മൂത്തവർ എന്ന കവളപ്പാറ നായർ എന്നീ 4 നാടുവാഴികൾ വളരെ പ്രധാനപ്പെട്ടവരായിരുന്നു. അവർ കാലക്രമത്തിൽ നെടുങ്ങാതിരിയുടെ മേൽക്കോയ്മ സ്ഥാനം വകവയ്ക്കാതെ സ്വതന്ത്രന്മാരായി അവരവരുടെ നാടുകളിൽ ഓരോ ഏർപ്പാടുകൾ നടത്തി തുടങ്ങി. എന്ന് മാത്രമല്ല, പന്നിയൂർ കൂറുകാരായ ചില നമ്പൂതിരിമാരുമായി ചേർന്ന് അവരും മറ്റ് ചില നാടുവാഴികളും സാമൂതിരിയുടെ പക്ഷക്കാരായി തീരുകയും ചെയ്തു. നെടുനാട്ടിൽ ഉൾപ്പെട്ട പ്രധാന നാടുവാഴികളെല്ലാം സാമൂതിരി രാജാവിൻ്റെ സ്വാധീനത്തിലായതോടെ സാമൂതിരി ഇളങ്കൂറായ ഏറാൾപ്പാട് തമ്പുരാൻ്റെ നായകത്വത്തിന് കീഴിൽ കുറേ സൈന്യങ്ങളെ നെടുങ്ങനാട്ട് രാജ്യം ആക്രമിച്ച് കീഴടക്കുവാനായി അയച്ചു. ഏറാൾപ്പാടും പടയും നെടുങ്ങനാട് എത്തിച്ചേർന്ന ഉടൻ തന്നെ പ്രധാനപ്പെട്ട നാടുവാഴികളെല്ലാം ആ സേനാനായകനെ ചെന്ന് കണ്ട് സാമൂതിരിപ്പാടിൻ്റെ മേൽക്കോയ്മയിൻ കീഴിലിരിക്കാൻ അവർക്ക് സമ്മതമാണെന്ന് അറിയിച്ചു. ഇതറിഞ്ഞ നെടുങ്ങാതിരി രാജാവ് ദുഃഖിതനായി. സാമൂതിരിക്ക് കീഴടങ്ങുകയല്ലാതെ വേറെ നിവർത്തിയില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം താനും കീഴടങ്ങിയിരിക്കാൻ തയ്യാറാണെന്നും യുദ്ധം ചെയ്തു വെറുതെ നാട്ടുകാർക്ക് ആപത്തും ആൾനാശവും ഉണ്ടാക്കേണ്ടതില്ലെന്നും ഏറാൾപ്പാട് തമ്പുരാനെ അറിയിച്ചു. ഇങ്ങനെ യുദ്ധമൊന്നും ചെയ്യാതെ ഒരു പടപ്പുറപ്പാട് കൊണ്ട് തന്നെ നെടുങ്ങനാട് രാജ്യം സാമൂതിരി രാജാവിൻ്റെ കീഴിലായി തീർന്നു. നെടുങ്ങനാട് രാജ്യം ഇളങ്കൂറ് സ്ഥാനത്തേക്കുള്ള സ്ഥാനസ്വത്തിൻ്റെ നിലയിൽ പരമ്പരയായി ഏറാൾപ്പാട് തമ്പുരാക്കന്മാർ ഭരിക്കത്തക്ക നിലയിലാണ് സാമൂതിരി ഏർപ്പാട് ചെയ്തത്. അപ്രകാരം പടനായകനായി വന്ന ഏറാൾപ്പാട് ആ രാജ്യഭരണത്തിന് വേണ്ട ഓരോ ഏർപ്പാടുകൾ ചെയ്ത് കരിമ്പുഴ എന്ന പ്രദേശം തലസ്ഥാനമാക്കി താമസിച്ചു. ക്രിസ്തുവത്സരം 1345 കൊല്ലം 520-ാം ആണ്ടോടുകൂടിയാണ് നെടുങ്ങനാട് രാജ്യം സാമൂതിരിക്ക് കൈവശപ്പെട്ടത്. നെടുങ്ങനാട് സാമൂതിരിക്ക് സ്വാധീനമായതോടെ ആ രാജാവും ആറങ്ങോട് സ്വരൂപം എന്നു പേരുള്ള വള്ളുവനാട്ട് രാജാവായ വള്ളുവ കോനാതിരിയും തമ്മിൽ ഒരു യുദ്ധം നടന്നു. ഏറാൾപ്പാട് നെടുങ്ങനാട് രാജ്യത്തിൻ്റെ അതിരുകൾ സ്ഥിരപ്പെടുത്തി ഭരണവ്യവസ്ഥകൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കെ വള്ളുവനാട് രാജാവുമായി അതിർത്തി തർക്കമുണ്ടായി. അതിനും പുറമെ ഏറനാട്ട് നിന്ന് നെടുങ്ങനാടേക്ക് സൈന്യങ്ങളെ കൊണ്ടുവരുന്നത് ചേറനാട്ടിൽ കൂടിയാകുമ്പോൾ വഴിക്ക് വളരെയധികം വളവും അതിനാൽ സൗകര്യക്കുറവും ഉള്ളതുകൊണ്ട് വള്ളുവനാട് രാജ്യത്തിൽ കൂടിയുള്ള എളുപ്പവഴിക്ക് തന്നെ സ്വന്തം സൈന്യങ്ങളുടെയും മറ്റും പോക്കുവരവിനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നുദ്ദേശിച്ചുകൊണ്ടാണ് സാമൂതിരി ഇരുന്നത്. അതിനാൽ സാമൂതിരി രാജാവ് വള്ളുവ കോനാതിരിയുമായി യുദ്ധം ചെയ്യാൻ വല്ല കാരണവും കിട്ടുന്നതും കാത്തിരിക്കുകയായിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കം തുടങ്ങിയ ഉടൻ തന്നെ ഏറാൾപ്പാട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സൈന്യങ്ങളെയെല്ലാം യുദ്ധത്തിനൊരുക്കി തർക്കത്തിൽപ്പെട്ട സ്ഥലത്ത് കൊണ്ട് നിർത്തി. ആ വിവരം അറിഞ്ഞപ്പോൾ വള്ളുവനാട് രാജാവും സൈന്യങ്ങളെ അയച്ചു. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കരമായ യുദ്ധം തുടങ്ങി. 4 ദിവസത്തെ യുദ്ധത്തിൻ്റെ ഫലമായി ഏറാൾപ്പാട്ടിലെ സൈന്യങ്ങൾക്ക് തോറ്റു പിന്മാറേണ്ടി വന്നുവെങ്കിലും അടുത്ത ദിവസം കോഴിക്കോട് നിന്ന് നിരവധി സൈന്യങ്ങൾ വന്നു ചേർന്നതിനാൽ വീണ്ടും യുദ്ധം തുടങ്ങി. കുറേയധികം ദിവസത്തെ യുദ്ധത്തിന് ശേഷം വള്ളുവ കോനാതിരിക്ക് തോറ്റു കീഴടങ്ങേണ്ടതായി വന്നു. വാദത്തിൽപ്പെട്ട പ്രദേശവും മലപ്പുറം എന്ന പ്രദേശവും സാമൂതിരിക്ക് വിട്ടുകൊടുത്ത് തമ്മിൽ സന്ധിയാവുകയും ചെയ്തു.
ഇങ്ങനെ ക്രിസ്തുവർഷം 1350 കൊല്ലം 525 ആണ്ടോടുകൂടി സാമൂതിരി രാജാവിൻ്റെ പ്രാബല്യം കേരളത്തിൽ പലയിടത്തും സ്ഥിരപ്പെട്ടു. വള്ളുവനാട്ടിൽ ഏതാനും ഭാഗവും നെടുങ്ങനാടും തൻ്റെ അധീനതയിൽ ഉറപ്പിച്ചതിന് ശേഷം നെടുങ്ങനാടോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട് രാജ്യത്തിലെ ചില പ്രദേശങ്ങളും കാലക്രമത്തിൽ കൈവശപ്പെടുത്തിയ സാമൂതിരി രാജാവ് മല മുതൽ സമുദ്രം വരെയുള്ള ഭൂമിക്ക് നാഥൻ എന്നർത്ഥമായ കുന്നല കോനാതിരി എന്ന പേരും സമ്പാദിച്ചു. അതോടുകൂടി പെരുമ്പടുപ്പ് മഹാരാജാവിൻ്റെ രാജ്യം കുറേശ്ശെയായി ആക്രമിച്ച് കൈവശപ്പെടുത്താനുള്ള ശ്രമം സ്ഥാനത്ത് വരുന്ന ഓരോ സാമൂതിരി പാടന്മാരും തുടർന്നുകൊണ്ടും ഇരുന്നു.